പോലീസിന് അങ്ങനെ കൊടുക്കാന്നുള്ള രണ്ടാമത് ചോദിക്കാൻ പോരെ. ആര് ചെയ്തതാണെങ്കിൽ അതൊരു തെറ്റായ തീരുമാനം. നിങ്ങളെ പേരിൽ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കും, നിങ്ങളെ പേരിൽ എന്തും കൊടുക്കാം. 3 മാസം വരെ ജയിലിൽ കിടന്നില്ല, വിദ്യാലയം എടുക്കോ? നമ്മളൊരാളെ വെറുതെ വിട്ട് കഴിഞ്ഞാല് അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടത് പൊതുസമൂഹമല്ല. ആക്രമിച്ചെന്ന് പറഞ്ഞതല്ലേ, ആരും കണ്ടതില്ലല്ലോ. നീതി കിട്ടിയോളൂ, എവിടെ കിട്ടാൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. നമസ്കാരം. ചലച്ചിത്രതാരം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളൊരു വിധിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസത്തിന്റെ ഒരു ദിവസം കൂടിയാണിന്ന്. തനിക്കെതിരായിക്കൊണ്ട് വർഷങ്ങളോളം നടന്ന ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കേസും മറ്റു കാര്യങ്ങളും എന്നാണ് വിധി വന്നതിന് ശേഷം ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ജനപ്രിയ നായകൻ തിരിച്ചു വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, പൊതുജനങ്ങളുടെ മനസ്സിൽ ദിലീപ് ഇപ്പോഴും കുറ്റക്കാരൻ തന്നെയാണോ? എന്താണ് ജനങ്ങളുടെ അഭിപ്രായം? നമുക്കൊന്ന് അറിയാം. എന്റെ പോലീസിനോട് രണ്ടാമത് ചോദിക്കാൻ പോരെ കൊടുക്കണമെങ്കിൽ. പോലീസിന് അങ്ങനെ കൊടുക്കാന്നുള്ള രണ്ടാമത് ചോദിക്കാൻ പോരെ, അല്ല 3-ാമത് ചെയ്യാൻ പോരെ. പോലീസിന് വിടല്ലോ, കൂറുമാറ്റുന്ന കുറെ സാക്ഷികൾ കുറെ കൂറുമാറി, അതിന്റെ വല്ല കൈശലായി പോയതാ. സാക്ഷികൾ കൂറുമാരല്ലോ ദിലീപുള്ളിൽ തന്നെ. പിന്നെ എത്ര സാക്ഷികൾ കൂറുമാറി? ഒരിക്കലും പൈസയോട് സ്വാധീനം കൂറുക. ദിലീപ് ഇട്ടാ പ്രതി തന്നെ ദിലീപ്. 3 മാസം വരെ ജയിലിൽ കിടന്നില്ലേ, വിദ്യാലയം എടുക്കോ? അതിജീവിത പറയുന്നത് മേൽക്കോടതിയിൽ അപ്പീൽ പോകുന്നു. പോട്ടെ, നല്ല കാര്യമാണ്, പോയിട്ട് കൊടുക്കട്ടോ. പിന്നെ അവൻ പ്രതി തന്നെയല്ലേ, വേറെന്താ? എല്ലാവരും 3-4 ദിവസം ജയിലിൽ കിടക്കും. കിടക്കേണ്ട ആവശ്യമുണ്ട്. പ്രതി ഇല്ലാതെ ഔട്ടാമല്ലോ, 3-4 ദിവസം കിടന്നില്ലേ, അവൻ പ്രതി തന്നെയാണ്. ആര് ചെയ്തതാണെങ്കിൽ അതൊരു തെറ്റായ തീരുമാനം. അതൊരു തെറ്റായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കുറ്റക്കാരൻ തന്നെയാണെന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും അതിജീവിതമൊക്കെ ഉണ്ടായെന്നല്ല, ഏത് മനുഷ്യനായാലും ഒരു മനുഷ്യനോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറാൻ പാടില്ലായിരുന്നു. ദിലീപിനെ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം അവൻ്റെ അഭിനയവും അവൻ്റെ ഇതൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ ഫിലിമുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരാളെന്ന നിലയിൽ അവനോട് ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ഒരു ഔദാര്യം വെച്ചുകൊണ്ട് മറ്റുള്ളതിനെ മുതലെടുക്കാൻ ചെയ്യുന്നത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചിലപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണോ കേസ് കഴിഞ്ഞ് പുറത്തു വരുന്നത് അതിനനുസരിച്ചായിരിക്കും. കാരണം അവൻ്റെ അടുത്ത് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട്, അതവനക്ക് പുറത്തെടുക്കാൻ ഇനിയും കഴിയും. പക്ഷെ ഓൻ ചെയ്ത തെറ്റിന് ഓൻ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വേണ്ടതാണ്. അതിജീവിത പറയുന്നത് മേൽക്കോടതിയിൽ പോകുന്നതാണ് അതിജീവിതയുടെ അഭിഭാഷകർ പറഞ്ഞിരിക്കുന്നത്. മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്നതാണ്. അത് പോകേണ്ടതാണ്. നമ്മളൊരാളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടത് പൊതുസമൂഹമല്ല, അവൾ തന്നെ പ്രതികരിക്കേണ്ടതാണ്. കുറ്റക്കാരനാണെന്ന് കരുതുന്നത് ഇല്ല, കാരണം തെറ്റില്ല വെറുതെ വിട്ടില്ല. നല്ല അഭിപ്രായമാണ്. ലോകത്ത് ഏത് മനുഷ്യനാണ് തെറ്റ് ചെയ്യാത്തത്? ഏത് മനുഷ്യനാണ് തെറ്റ് ചെയ്യാത്തത്? ഇത് ഭാര്യ ഭർത്താവുള്ളൊരു പ്രശ്നത്തിൽ മറ്റേ നടീനായിട്ടുള്ളൊരു ഈക്വലിൽ വന്നൊരു കംപ്ലൈൻറ്റിൽ അതും ചെയ്ത് കാണിച്ച്, ഞാൻ 2ാമത് കല്യാണം കഴിച്ച് കാവ്യമാതാണ് തന്നെ കല്യാണം കഴിച്ച്, അതിലൊന്നും തെറ്റ് പറയുന്നൊന്നുമില്ല. അത് ആക്രമിച്ചെന്ന് പറഞ്ഞതല്ലേ, ആരും കണ്ടതില്ലല്ലോ, അതിന്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ടല്ലോ. പറഞ്ഞതല്ലേ, നിങ്ങളെ പേരിൽ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കും, നിങ്ങളെ പേരിൽ എന്തും കൊടുക്കാം. അതിന്റെ സത്യസന്ധത എന്താണെന്ന് ആളുകൾക്ക് ജനങ്ങൾക്ക് അറിയണം. അവനങ്ങനെ ചെയ്യും നമുക്ക് തോന്നുന്നില്ല. നല്ല കാര്യം. അവന്റെ കുറെ കൊല്ലങ്ങൾ നഷ്ടപ്പെടുത്തി, ഭാവി നഷ്ടപ്പെടുത്തി. കരുതുന്നത് ദിലീപിന്റെ എന്നല്ല, ഞാൻ ഹിന്ദി തമിഴ് പഴയ കാലത്ത് വരെ എല്ലാം കാണുന്ന മനുഷ്യനാണ്. ഉണ്ടാവണം. അതാണ് വേണ്ടത്. അവന് ന്യായമായിട്ടുള്ള ഇതാണ് ഇപ്പൊ കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്. നമ്മളെ കയ്യിന്റെ വിരളൊന്നും അല്ലല്ലോ, ഒരേപോലെ അല്ലല്ലോ, എല്ലാ ജനങ്ങളും ഒരേപോലെ അല്ല. അതിനുള്ള തെളിവാണത്. അത്ര ഓക്കെ. കുറ്റം ചെയ്യാതെ അപ്പം അങ്ങനെയൊന്നും വരില്ലല്ലോ. കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ശിക്ഷ കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ആവർത്തിച്ച് പോവില്ലേ. മേൽക്കോടതിയിൽ അപ്പീൽ പോകുന്നതാണ്. പോണല്ലോ.
അപ്പൊ ആരായാലും പോവില്ലേ, നമ്മളായാലും പോകും. പോകണല്ലോ. ഇവരൊക്കെ നീതി കിട്ടിയെന്ന് വരുന്നു. നീതി ആർക്ക്? ഇരയായിട്ടുള്ള പെൺകുട്ടിക്ക് ആ നീതി കിട്ടിയോന്നോ? എവിടെ കിട്ടാൻ? ആ പെൺകുട്ടി ഇപ്പൊ മേൽക്കോടതിയിൽ അപ്പീൽ പോകുന്ന പറഞ്ഞു. അപ്പൊ പോയാൽ ചിലപ്പോ വീണ്ടും ചിലപ്പോ എന്തെങ്കിലും കിട്ടാൻ മതിയാവും. ദിലീപ് പറയുന്നതിൽ പോലീസുകാരുടെ ഗൂഢാലോചനയുണ്ട്. പോലീസുകാരെ കൂടെ പറഞ്ഞാല് പോലീസുകാർക്ക് ഇപ്പൊ എന്താ ഇയാളെ കുടിക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. കാര്യമായുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല ഇപ്പൊ ഒരാൾ പ്രവർത്തിക്കാൻ ഇറങ്ങുള്ളൂ. ഇപ്പൊ പോലീസുകാർ ഇപ്പം ജനങ്ങളെ ഭാഗത്ത് നിൽക്കുന്ന പോലീസ് നീതി ഇല്ലാത്തവന്റെ ഭാഗത്ത് നിന്നൊരു കാര്യമില്ലല്ലോ. നിങ്ങൾ ദിലീപ് ശരിയായി ദിലീപ് കുറ്റക്കാരനാണെന്ന് നിങ്ങൾ ശരി തന്നെയാണല്ലോ. തെറ്റായ വശമാണല്ലോ നമ്മളെ കാണുന്നത്. പിന്നെ ഓരോ ഭാഗങ്ങളിൽ മറച്ചു പിടിക്കാതെ ഇതാക്കാനൊക്കെ ഒരു ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ പറയാ, ദിലീപ് പ്രതിയാണെന്ന് തന്നെയാണ്, കുറ്റക്കാരനാണെന്ന്. അത് ഒന്നും കൂടെ ഒന്ന് അതിന്റെ അടിത്തട്ടിലേക്ക് ഒന്നും കൂടെ അന്വേഷണം കൊണ്ടുപോകണം. എന്നപ്പോ ഇപ്പൊ ദിലീപ് പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുള്ളതാണ് ദിലീപിനെ കൊടുക്കാൻ. അതും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഉണ്ടായിട്ടുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോലീസ് പറയേണ്ട ഒരു കാര്യമാണത്. എന്താണെന്ന് ജനങ്ങൾക്കറിയാം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിച്ചത്. പിന്നെ ശരിയല്ലേ, അതുകൊണ്ടല്ലേ ദിലീപ് അത്രയും അകത്തൊക്കെ കിടന്നേ. ആണല്ലേ? അയാള് അല്ല വെറുതെ ഒരാൾ കൊണ്ട് അകത്ത് കൊണ്ട് വിടുക. ദിലീപ് പറഞ്ഞ പോലീസിന്റെ ഗൂഢാലോചന എന്ന് പറഞ്ഞു. അതെ അതെ, ഇനി ഒരു അന്വേഷണത്തിലോട്ട്